പ്രിയമുള്ളവരെ, രാജ്യത്തെ 50% വരുന്ന ജനവിഭാഗം 30 വയസ്സിൽ താഴെയുള്ള യുവജനങ്ങളാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള തൊഴിലില്ലായ്മയെ രാജ്യം നേരിടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനിതര സാധാരണമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇന്ന് രാജ്യത്തുള്ളപ്പോൾ അതിനെല്ലാം മൂടിവെക്കുവാനും അതിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജ്യം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായിട്ട് ഒരു മാപ്പുസാക്ഷിയുടെ മൊഴി മാത്രം ആധാരമാക്കിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അന്യായമായിട്ട് ജയിലിലിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാട്ടിലുള്ളത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ, ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഉടൂർ ആം ആദ്മി നയിക്കുന്ന 12 മണിക്കൂർ നിരാഹാര സമരമാണ് നയിക്കുന്നത്. ഈ സമരത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുജന പ്രക്ഷോഭം ഇത്തരത്തിലുള്ള ഭരണകൂട ഭീകരതയ്ക്കെതിരെ അടിയന്തരമായി ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർമ്മിച്ചു. നേരമായി സഹചരെ നേരറിഞ്ഞുണർന്നിടാൻ നേതൃഭാവമാർന്നു നമ്മൾ നമ്മളെ നയിക്കുവാൻ പങ്കിലമാം പാതകൾ തൂത്തുവൃത്തിയാക്കുവാൻ ചൂലുകൈയിലേന്തുവാൻ നേരമായി സഹചരെ ചൂലുകൈയിലേന്തുവാൻ നേരമായി സഹചരെ ദേവകൾക്കു സ്വന്തമെന്നു കേളികേട്ട കേരളം നേരുകെട്ട കക്ഷികൾ ഭരിച്ചു ഭാരമേറ്റുപോയി അഴിമതിക്കു മുന്നിലിന്നു ആശയറ്റ സഹചരെ ആശ്രയത്തിനൊന്നു മാത്രം ചൂലുകൈയിലെന്തുവിൻ ജാതിവർഗ ഭേദമില്ല എന്നുണർന്ന കേരളം പങ്കുവെച്ചു ജാതികൾക്കു ഭരണചക്രമേന്തുവാൻ ചോര ചിന്തി വഴികളിൽ കിരാതവാഴ്ച ചെയ്തവർ ആശ്രയത്തിനൊന്നു മാത്രം ചൂലുകൈയിലേന്തുവിൻ ചൂലുകൈയിലേന്തുവാൻ നേരമായി സഹചരെ ചൂലുകൈയിലേന്തുവാൻ നേരമായി സഹചരെ ചൂലുകൈയിലേന്തുവാൻ നേരമായി സഹചരെ നൽകി MP-യെ വാങ്ങി ഭൂരിപക്ഷം ഉണ്ടാക്കാമെന്ന് കരുതണ്ട. ഇടിയെ വിട്ട് വിരട്ടി നോക്കി കോടികൾ നൽകി MP-യെ വാങ്ങി ഭൂരിപക്ഷം ഉണ്ടാക്കാമെന്ന് കരുതണ്ട. ജനാധിപത്യം മതേതരത്വം പൊളിച്ചടക്കി ഭരിക്കാമെന്ന വ്യാമോഹം മാത്രമാണ് താമരേ. ജനാധിപത്യം മതേതരത്വം പൊളിച്ചടക്കി ഭരിക്കാമെന്ന വ്യാമോഹം മാത്രമാണ് താമരേ. കെജ്രിവാളിനെ ഇടിയെ കൊണ്ട് തളയ്ക്കാൻ നോക്കിയാൽ എളുപ്പമല്ലെന്ന് അറിഞ്ഞില്ലേ താമരയറിഞ്ഞില്ലേ? മതത്തിൽ വിഷം കലർത്തി നോക്കി വോട്ടിങ്ങിൽ തട്ടിപ്പ് നടത്തി നോക്കി ജയിക്കില്ല, അത് നടക്കില്ല. പത്തു കൊല്ലത്തെ ദുർഭരണം കൊണ്ട് ഇന്ത്യയെ വിറ്റ് കട്ടുമുടിച്ച് അധികാരത്തിന്റെ കുങ്ക് വേണ്ട താമരേ. 10 കൊല്ലത്തെ ദുർഭരണം കൊണ്ട് ഇന്ത്യയെ വിറ്റ് കട്ടുമുടിച്ച് അധികാരത്തിന്റെ കുങ്ക് വേണ്ട താമരേ. വോട്ടിങ്ങിൽ ജനം തിരിച്ചടിക്കും, കെജ്രിവാൾ ശക്തനായി തിരിച്ചു വരും, അതിനുള്ള സമയമായി താമരേ. വോട്ടിങ്ങിൽ ജനം തിരിച്ചടിക്കും, കെജ്രിവാൾ ശക്തനായി തിരിച്ചു വരും, അതിനുള്ള സമയമായി താമരേ. കെജ്രിവാളിനെ ഇടിയെ കൊണ്ട് തളയ്ക്കാൻ നോക്കിയാൽ എളുപ്പമല്ലെന്ന് അറിഞ്ഞില്ലേ താമരയറിഞ്ഞില്ലേ? കെജ്രിവാളിനെ ഇടിയെ കൊണ്ട് തളയ്ക്കാൻ നോക്കിയാൽ എളുപ്പമല്ലെന്ന് അറിഞ്ഞില്ലേ താമരയറിഞ്ഞില്ലേ? മതത്തിൽ വിഷം കലർത്തി നോക്കി വോട്ടിങ്ങിൽ തട്ടിപ്പ് നടത്തി നോക്കി ജയിക്കില്ല, അത് നടക്കില്ല. മതത്തിൽ വിഷം കലർത്തി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജോൺ തോമസ് ആനത്തോട്ടമാണ്. കൂടാതെ ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഉടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ കെ എത്തിയിട്ടുണ്ട്.
പ്രകാശ് വടക്കൽ, സൈമൺ ഒറ്റത്തങ്ങാടികൾ. ഇത്രയും ആൾക്കാര് ഇന്ത്യ സഖ്യ ആം ആദ്മി പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ 3 പേരെയും കൂടാതെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ബാക്കിയുള്ള എല്ലാ വ്യക്തികളെയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്ന നിങ്ങൾ ഓരോരുത്തരും എല്ലാവരെയും സമയം കൂടുതലായിട്ട് കണ്ടപ്പോൾ അല്പം നീണ്ടുപോകുന്നുണ്ട്. കൂടുതലായിട്ട് കളയാൻ ആഗ്രഹിക്കാതെ ഓരോ വ്യക്തികളെയും സ്നേഹപൂർവ്വം നിങ്ങൾ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അധ്യക്ഷ പ്രസംഗത്തിനായി ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ്